ഇനി ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ടിലേക്കാണ്. വെനസ്വേലൻ പരമാധികാരത്തിന് മേൽ കടന്നാക്രമണം നടത്തിയ അമേരിക്ക രാജ്യ തലസ്ഥാനമായ കാരക്കസ് ആക്രമിച്ച പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ അമേരിക്കൻ ഡെൽറ്റ ഫോഴ്സ് തട്ടിക്കൊണ്ടുപോയി. പ്രസിഡന്റിനെ കുറിച്ച് വിവരമില്ലെന്നും ജീവിച്ചിരിപ്പുണ്ടെന്നതിന് അമേരിക്ക തെളിവ് നൽകണമെന്നും വെനസ്വേല ആവശ്യപ്പെട്ടു. സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ അധിനിവേശ സേന നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് വെനസ്വേലയും പ്രഖ്യാപിച്ചു. അർദ്ധരാത്രിയോടെയാണ് വെനസ്വേലൻ തലസ്ഥാനമായ കാരക്കസിലേക്ക് അമേരിക്കൻ സൈന്യം അതിക്രമിച്ചു കടന്ന് വൻ വ്യോമാക്രമണം നടത്തിയത്. കാരക്കസിന് മുകളിലൂടെ നിരനിരയായി പറന്ന അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകൾ ലാകാർട്ടോ സൈനിക ബേസിന് സമീപത്താണ് ആദ്യം ആക്രമണം നടത്തിയത്. കാരക്കാസിൽ തന്നെ 5 തുടർ ആക്രമണം. പിന്നാലെ അറാഹുവ, മിറാൻഡ, ലാഗുവൈറെ എന്നിവിടങ്ങളിലും അമേരിക്കൻ സൈന്യത്തിന്റെ ഡെൽറ്റ ഫോഴ്സ് തുടർച്ചയായി ബോംബിട്ടു. പരിഭ്രാന്തരായ ജനങ്ങൾ ചിതറിയോടി, തുറസായ ഇടങ്ങളിൽ തടിച്ചുകൂടി. അമേരിക്കൻ വ്യോമാക്രമണത്തിന് പിന്നാലെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കാരക്കസിൽ നിന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറിയെന്ന വാർത്തകൾക്കിടയിലാണ് അമേരിക്കൻ ഡെൽറ്റ ഫോഴ്സിന്റെ സ്പെഷ്യൽ വിംഗ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും തടവിലാക്കി രാജ്യത്തിന് പുറത്തേക്ക് തട്ടിക്കൊണ്ടുപോയതായ വിവരം പുറത്തുവരുന്നത്. മഡൂറോയെ തടവിലാക്കിയ വിവരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ സ്ഥിരീകരിച്ചു. മഡൂറോയെ പിടികൂടിയ സാഹചര്യത്തിൽ വലിയ ആക്രമണങ്ങൾ ഇനി നടത്തില്ലെന്നാണ് അമേരിക്ക നൽകുന്ന സൂചന. എന്നാൽ ഭരണമാറ്റത്തിന് വേണ്ട ഇടപെടൽ അമേരിക്ക തുടരുമെന്നാണ് വിവരം. മഡൂറോ US-ൽ വിചാരണ നേരിടുമെന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെനസ്വേലയുടെ എണ്ണധാതു വിഭവങ്ങൾ ലക്ഷ്യമിട്ടുള്ള അമേരിക്ക നടത്തുന്ന സൈനിക ആക്രമണമാണിതെന്നും അമേരിക്കയുടെ പദ്ധതി വിജയിക്കില്ലെന്നുമാണ് വെനസ്വേലയുടെ ഔദ്യോഗിക പ്രസ്താവന. രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് വെനസ്വേലൻ സൈന്യം അറിയിച്ചു. രാജ്യം മുഴുവൻ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം റഷ്യയും ഇറാനും അമേരിക്കയ്ക്കെതിരെ രംഗത്തെത്തി. ചിലിയും ക്യൂബയും കൊളംബിയയും അമേരിക്കൻ നടപടിയെ അപലപിച്ചു. UN അടിയന്തര സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേരണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. വെനസ്വേലയുടെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്കയുടേത് ഭരണകൂട ഭീകരതയെന്നും ക്യൂബൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അമേരിക്കൻ നടപടിയെ ശക്തമായി വിമർശിച്ച കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ലാറ്റിൻ അമേരിക്കയുടെ പരമോന്നതയ്ക്ക് നേരെയുള്ള ആക്രമണമെന്നും പ്രതികരിച്ചു. പനാമയിൽ 1989 അമേരിക്ക നടത്തിയ അധിനിവേശത്തിന് ശേഷം ഇതാദ്യമായാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തേക്കുള്ള അമേരിക്കയുടെ നേരിട്ടുള്ള കടന്നുകയറ്റം. അമേരിക്കൻ പ്രസിഡന്റായി 2ാം തവണ അധികാരത്തിലെത്തിയ ട്രംപ് വെനസ്വേലയ്ക്കെതിരെ മയക്കുമരുന്ന് ബന്ധമാരോപിച്ച് നിരന്തരം രംഗത്തെത്തിയിരുന്നു. വെനസ്വേലൻ കപ്പലുകൾ പിടിച്ചെടുക്കുകയും നേതാക്കളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ തുടരുന്നതിനിടെയായിരുന്നു മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണം. വെനസ്വേലയിൽ ആഭ്യന്തര ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള അമേരിക്കൻ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ആക്രമണത്തിന് അമേരിക്ക മുതിർന്നതെന്നാണ് ലാറ്റിൻ അമേരിക്കൻ വിദഗ്ധരുടെ വിലയിരുത്തൽ. മയക്കുമരുന്നിന്റെ പേരു പറഞ്ഞ് വെനസ്വേലയിലെ വിശാലമായ എണ്ണശേഖരത്തിലേക്ക് പ്രവേശിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.